മാന്യപ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് ശക്തി സംഭരിച്ച് അശരണരിലേക്കും ആലംബഹീനരിലേക്കും ഈശോയുടെ സ്നേഹം എത്തിക്കുന്ന ആരാധനാ സഭാ സമൂഹത്തിലെ മാനന്തവാടി പ്രൊവിൻസിലെ സിസ്റ്റർ സെലിൻ കൊത്തുകല്ലിങ്കലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വയനാട്ടിലെ പാവപ്പെട്ട രോഗികൾക്കുള്ള പ്രധാന സങ്കേതമാണ് മാനന്തവാടി ജില്ലാ ആശുപത്രി. ഈ ആതുരാലയത്തിൽ രോഗികൾക്കുള്ള ഭക്ഷണം നൽകുന്നതിൽ സിസ്റ്ററും കൂട്ടരും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പാവപ്പെട്ട രോഗികൾക്കുള്ള വസ്ത്രവും പരിചരണവും നൽകപ്പെടുന്നതിലൂടെ ദൈവാനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കപ്പെടുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെയും കണ്ണു തുറപ്പിക്കുവാൻ ഇത് കാരണമാകും. മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് സിസ്റ്റർ ഇങ്ങനെ ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിയിട്ട് പഴം പച്ചക്കറി കടകളിലൊക്കെ ചെന്ന് യാചിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ചിലരൊക്കെ ആണെങ്കിലും വിൽപ്പനയ്ക്ക് പറ്റാത്തതും എന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഭക്ഷ്യസാധനങ്ങൾ സിസ്റ്ററെ കാത്ത് അല്ലെങ്കിൽ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്ത് അവിടെ സൂക്ഷിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ ആദ്യ നാളുകളിൽ ഒരിക്കൽ പോലും ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിന് സാമ്പത്തികമായിട്ട് ഒരു വലിയ ആവശ്യം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചെന്ന് കഴിയുമ്പോൾ ആണ് വളരെയേറെ രോഗികൾ നിർധന അവസ്ഥയിൽ കിടക്കുന്നു, പട്ടിണി കിടക്കുന്നവർ, വിശപ്പിന് വേണ്ടി കൈ നീട്ടുന്നവർ. അപ്പോൾ അവരുടെ ഈ ദുഃഖാവസ്ഥ മെലിഞ്ഞ് വളരെയേറെ ശോചനീയമായൊരു അവസ്ഥയിൽ കാണുമ്പോൾ കണ്ണ് നിറയും. അപ്പോൾ ഇവർ വിശപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ് അപ്പോൾ ഇവർക്ക് വേണ്ടി എന്താണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ടൗണിൽ കൂടിയൊക്കെ ദൈവമേ ഒരു വഴി കാണിച്ചു തരണമേ. അപ്പോൾ ഭക്ഷണ സാധനങ്ങളല്ല, പച്ചക്കറി മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പോയി കുറച്ചു നേരം നിൽക്കും. അപ്പോൾ ഈ മാർക്കറ്റിലുള്ളവർ, കച്ചവടക്കാർ, അവരിങ്ങനെ ചില വത്തയ്ക്ക അതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഒരു വാട്ടമൊക്കെ കാണുകയുള്ളൂ. അതൊക്കെ ഇങ്ങനെ അവർ പുറത്തേക്ക് ഇങ്ങനെ ഈ വലിയ വല്ലത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓറഞ്ച് അങ്ങനെയൊക്കെ അവർ കൊണ്ടുപോയി മാറ്റുന്നതൊക്കെ ഞാൻ അതേലിങ്ങനെ നോക്കി നിന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഇതെനിക്ക് തരാമോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ, അതെനിക്ക് തരാമോ എന്നിങ്ങനെ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ച് ഞാൻ അവിടെ നിന്ന് കരയുക പോലും ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം ദാരിദ്ര്യത്തിൻ്റെ പരകോടി അനുഭവിക്കുന്ന ഒരവസ്ഥ. കാരണം ഇങ്ങനെ ഓരോ വസ്തുക്കളും കളയാനുണ്ട് പോലും, അതേസമയം വിശന്നിട്ട് ഓരോ വ്യക്തികളും ഒന്ന് വിശപ്പടക്കാൻ ഇല്ലാത്തൊരവസ്ഥയിൽ. അപ്പോൾ ഇത് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഇതും കിട്ടും, പിന്നെ കുറച്ചും കൂടെ അവരുടെ ചാക്കിൽ നിന്നും ഫ്രഷ് ആയിട്ടുള്ളത് ഒരു ഇച്ചിരിയൊക്കെ പെറുക്കിയിട്ട് തരും. ഞാൻ അതുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടും. അത് ആ പാവപ്പെട്ട രോഗികൾക്ക് കൂടി അവരുടെ വിശപ്പ് അകറ്റാൻ അവർ നിറമനസ്സോടെ ഇത് ഭക്ഷിക്കുകയും അവരുടെ വിശപ്പ് മാറുകയും ചെയ്യുന്നത് എനിക്ക് എത്ര സന്തോഷം എൻ്റെ മനസ്സിനെ കുളിർപ്പിച്ച ഒരു നല്ലൊരു അനുഭവമായി എനിക്കുണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളുണ്ടായിരുന്നു എന്ന് സിസ്റ്റർ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് വസ്ത്രവും ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ സിസ്റ്റർ എങ്ങനെയാണ് കളക്ട് ചെയ്തിരുന്നത്? ഈ വസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചിരുന്നത് സ്കൂളിലായിരുന്നപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുക്കൽ നിന്ന് ഒത്തിരി ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് സ്റ്റാഫ് റൂമിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവർ ടീച്ചേഴ്സ് കുട്ടികൾ ഇങ്ങനെ ഈ വസ്ത്രങ്ങളെല്ലാം കളക്ട് ചെയ്ത് തരാറുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് ഓരോ രോഗികൾക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടതായ ഡ്രസ്സ്, കുട്ടികൾക്കൊക്കെ വേണ്ടതായ ഡ്രസ്സുകൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടുതരും. ചിലപ്പോൾ ടൗണിൽ നിന്ന് ചില കച്ചവടക്കാർ അവരിങ്ങനെ ചില ബാലൻസ് ആയിട്ട് വരുന്ന ചില ഡ്രസ്സുകളൊക്കെ അതും അവർക്കിങ്ങനെ തരും. അപ്പോൾ ഇതെല്ലാം കൂടെ സംഭരിച്ച് ഓരോരോ വീടുകളൊക്കെ കയറി ഇറങ്ങിയും എല്ലാം ഇങ്ങനെ നമ്മൾ സംഭരിച്ച് അതിലെ രോഗികൾക്ക് ആവശ്യമായ വിധത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവരെ സഹായിക്കുകയും ശുശ്രൂഷയ്ക്ക് എല്ലാം ഇങ്ങനെ ചെയ്തു വന്നിരുന്നു. ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് ശേഷമാണെങ്കിലും ഏറ്റെടുക്കാൻ ആളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരെ എന്താ സിസ്റ്റർ ചെയ്യാറ്? ഈ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ സാധാരണയായിട്ട് ചെയ്തു വരുന്നത്, ഉപേക്ഷിക്കപ്പെട്ട ഒരു രോഗിയെ കാണുമ്പോൾ നമ്മൾ ആദ്യമേ ചെന്നിട്ട് രോഗിയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കും. ആദ്യമേ തന്നെ ആ രോഗിയെ തലയിൽ തലോടി അവരോട് ഞാൻ ഇങ്ങനെ പറയും, ദൈവമുണ്ട് സഹോദര, ദൈവമുണ്ട്, ഞാനും നിങ്ങൾ ഉപേക്ഷിക്കുകയല്ല. ഇങ്ങനെ പറഞ്ഞ് അവർക്ക് പോസിറ്റീവായിട്ട് അവരുടെ മനസ്സിന് ദുഃഖിതമായ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ പറയാനാണ് ഈശോ എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരോട് ഇങ്ങനെ വാത്സല്യത്തിൻ്റെ വാക്കുകൾ പറയും. പിന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വസ്ത്രം, ഭക്ഷണം, മരുന്ന് ആവശ്യമായതെല്ലാം ചിലപ്പം ബൈസ്റ്റാൻഡർ ആയിരിക്കും വിടുന്നത്. അപ്പോൾ ഞാൻ തന്നെ ബൈസ്റ്റാൻഡറായിട്ട് അങ്ങനെയൊക്കെ നിൽക്കും. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ രോഗികൾ എവിടേക്കെങ്കിലും മാറ്റേണ്ടതുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നിർധനരായ രോഗികളെ നമ്മൾ മിക്കവാറും കൊണ്ടുപോകുന്നത് ബത്തേരി പഴൂരുള്ള സെൻറ്റ് മാത്യൂസ്
ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടേക്ക് കൊണ്ടുപോകും. അവിടെ MMB ബ്രദേഴ്സിൻ്റെ ആ ഓൾഡ് ഏജ് ഹോമിൽ വളരെ ഒരു തുറന്ന വാതിൽ ഈ രോഗികളെ കൊണ്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള ചില അവസരങ്ങളിലൊക്കെ മാനന്തവാടി രൂപതയുടെ സമരിട്ടൻ ഭവനുണ്ട്, അവിടെയും കൊണ്ടുപോയിരുന്നു. ചിലപ്പോഴൊക്കെ തൃശ്ശൂർ മദർ തെരേസയുടെ ഒരു ഹൗസിലും അങ്ങനെ പലയിടങ്ങളിലും ഓരോരോ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയിരുന്നു. മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയിലെ കാരുണ്യ പ്രവൃത്തികൾ ഏതൊരു മനസ്സിനെയും സ്വാധീനിക്കുന്നതായി മാറുന്നത് ദൈവസ്നേഹം സിസ്റ്ററിന്റെ ഹൃദയത്തിൽ നിറയുന്നതുകൊണ്ടാണ്. സിസ്റ്റർ സെല്ലിന്റെ ഹൃദയത്തിൽ നിറയുന്ന ഈ ദൈവത്തിന്റെ കാരുണ്യം രോഗികളിലേക്ക് പകരപ്പെടുമ്പോൾ അനേക ജീവിതങ്ങൾക്ക് പ്രചോദനമാകുന്ന അനുഭവങ്ങൾ നാം തിരിച്ചറിയുന്നു. എൻ്റെ പേര് ഇബ്രാഹിം കൈപ്പാണി എന്നാണ്. ഞാൻ മാനന്തവാടി ടൗണിലെ ഒരു കച്ചവടക്കാരനും മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിർധന രോഗികൾക്ക് മരുന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സ്പന്ദനം എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ്. ഞാൻ 2002 മാനന്തവാടി ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെടുന്നത്. ആ സമയത്തൊക്കെ ആശുപത്രിയുടെ വരാന്തയിലൂടെ വാർഡുകളിലൂടെ സെലിം സിസ്റ്റർ ഇങ്ങനെ രോഗികളുമായി ഇടപഴകി നീങ്ങുന്നത് കാണാറുണ്ടായിരുന്നു. ഞാൻ കൂടുതലൊന്നും സിസ്റ്ററെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ മക്കളെ ഞാൻ കണിയാരം GKM സ്കൂളിൽ ചേർത്തത്. GKM സ്കൂളിൽ PTA മീറ്റിങ്ങിനൊക്കെ പോയപ്പോഴാണ് സെലിം സിസ്റ്റർ അവിടുത്തെ മലയാളം അധ്യാപികയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ സിസ്റ്ററെ അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെട്ടത്. സിസ്റ്റർ, നിങ്ങളല്ലേ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ എപ്പോഴും ചെല്ലുന്ന സിസ്റ്റർ? എൻ്റെ മക്കളെ അവിടെ ചേർന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണാറുണ്ട്, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടില്ല, എങ്കിലും ഇന്ന് ഇവിടെ വെച്ച് പരിചയപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ചൂട്ടക്കടവിലാണ് താമസിക്കുക. ആശുപത്രിയുടെ താഴത്തുള്ള ചൂട്ടക്കടവിലാണ് താമസിക്കാറ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കടയിലേക്ക് വരുമ്പോൾ ഒരു ദിവസം സിസ്റ്റർ ഒരു ബാഗും തൂക്കിപ്പിടിച്ച് ആശുപത്രിയിലേക്ക് പോവുക. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ നിങ്ങൾ ആശുപത്രിയിലേക്കായിരിക്കും? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ പഴയ തുണികളുണ്ടോ, പഴയ ഡ്രസ്സുണ്ടോ? ഉണ്ടെങ്കിൽ അത് നാളെ വരുമ്പോൾ നിങ്ങളിങ്ങ് എടുക്കണമെന്നാണ് സിസ്റ്ററിനോട് പറഞ്ഞത്. ആ സിസ്റ്ററുടെ വാക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഞങ്ങളെപ്പോലുള്ള പുരുഷന്മാരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങളൊന്നും ചെയ്യാതെ അവിടെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി, ഡ്രസ്സില്ലാത്ത ആളുകൾക്ക് വേണ്ടി അടുത്ത വീടുകളിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ സംഘടിപ്പിച്ച് വരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. അങ്ങനെ സിസ്റ്റർക്ക് ഞാൻ ഡ്രസ്സ് കൊണ്ടുകൊടുത്തു. അങ്ങനെ സിസ്റ്ററുമായി കൂടുതൽ ഞങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. സിസ്റ്ററുടെ പരിപാടികൾ നമ്മൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ് 2004 മാനന്തവാടി സ്പന്ദനത്തിൻ്റെ ഒരു വാർഷിക സമ്മേളനം. ആ വാർഷിക സമ്മേളനത്തിൽ മുഖ്യാതിഥി ഡോക്ടർ സുകുമാർ അഴീക്കോടായിരുന്നു. സുകുമാർ അഴീക്കോട് വരുന്ന ആ വേദിയിൽ വെച്ച് ബഹുമാന്യായ സിസ്റ്ററെ ഞങ്ങൾ ആദരിച്ചു. അത് ആദരിക്കുമ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു സംഭവമാണ്. നമുക്കറിയാം, ഞങ്ങളൊക്കെ മദർ തെരേസയെ പറ്റി കേട്ടിട്ടുണ്ട്. അത് കൽക്കത്തയുടെ തെരുവീതികളൊക്കെയാണ് അവരുടെ സേവനങ്ങൾ നടത്തിയെന്നാണ് നമ്മൾ വായിച്ചതും കേട്ടതൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാരായ ആളുകൾക്ക് ഞങ്ങളുടെ നെഞ്ചിലേറ്റുന്ന ഒരു മദർ തെരേസയാണ് സെലിം സിസ്റ്റർ. ജാതി മതഭേദമന്യേ ഇവിടെ പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ ഇവിടെ മുസ്ലിങ്ങളുടെ ഇടയിലും അതുപോലെ ക്രിസ്ത്യാനികളുടെ ഇടയിലും അതുപോലെ ആദിവാസികളുടെ ഇടയിലും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുണ്ട്. പക്ഷെ അവിടെ ഒരാൾ അമ്മതെന്നോ അത് തോമസ് എന്നോ ഗോപാലനെന്നോ അല്ലെങ്കിൽ നായക്കനെന്നോ ഉള്ള വർഗ വ്യത്യാസമില്ലാതെ സിസ്റ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാനന്തവാടിയിലെ പൗരാവലി സിസ്റ്ററെ വളരെയധികം നല്ല ഒരു മനസ്സോടുകൂടിയാണ് ഇന്നും കാണുന്നത്. ഇതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതയുള്ളവർ, ദുശീലങ്ങളിൽ അടിമപ്പെട്ടു പോയവരൊക്കെ അവിടെ വരാറില്ലേ? അവരൊക്കെ എങ്ങനെയാണ് സിസ്റ്ററെ ശുശ്രൂഷിക്കുന്നത്? അത്യാഹിത വിഭാഗത്തിൽ മിക്കപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റും. അനേകം പേര് ഈ ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷം ഒക്കെ വാരി തിന്ന്, അല്ലെങ്കിൽ ഒന്ന് തൂങ്ങി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയൊക്കെ നടത്തിയിട്ട് വന്ന് കയറുന്നവരായിരിക്കും. ഒരു കണക്ക് നോക്കുമ്പോൾ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ പശ്ചാത്തലത്തിൽ എത്ര പേരാണ് ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ അതിക്രമിച്ചു വരുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ ഇത്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പെട്ടെന്ന് മരണമാണല്ലോ ഓരോരുത്തരുടെയും പ്രതിവിധി. അങ്ങനെ വരുന്ന അനേക തരത്തിലുള്ള വ്യക്തികളുണ്ട്. പ്രായമായവരുണ്ട്, സ്ത്രീജനങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, യുവജനം, കുട്ടികൾ വരെ ഇങ്ങനെ ഈ അവസരം നമ്മളിങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഓരോരുത്തരെയും അവരെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അവരെ ആദ്യത്തെ അത്യാഹിത വിഭാഗത്തിൽ ആ ശുശ്രൂഷകൾ അവരെ വാർഡിലേക്ക് മാറ്റും. അപ്പോൾ ആ സമയത്ത് ആശുപത്രിയിൽ കൂടി നടക്കുമ്പോൾ ഞാൻ ഇവരുടെ അടുക്കിലേക്ക് ചെല്ലും. മോളെ എന്താണ് നിൻ്റെ പ്രശ്നം? വ്യക്തിഗതമായ ആ പ്രശ്നം അവരിൽ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ
വഴിമുട്ടി ആ പ്രശ്നം എന്താണെന്ന് കൗൺസിലിങ്ങിലൂടെ കണ്ട് മനസ്സിലാക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവരുടെ ആ പ്രശ്നം എങ്ങനെ മറികടക്കാം എന്നുള്ള വഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർക്ക് അങ്ങനെ അവരെ ആശ്വസിപ്പിച്ചും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അനേകം പേര് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് കടത്തിവിടുവാൻ ദൈവം എൻ്റെ മനസ്സിൽ പ്രചോദിപ്പിക്കും. ദൈവം പറഞ്ഞു തരുന്ന, ഈശോ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞു തരുന്ന ഓരോരുത്തരോട് എന്തു പറയണം എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരും. ആ കാര്യമാണ് പറഞ്ഞു കൊടുത്ത് അവരെ സജ്ജീവിത പന്ഥാവിലേക്ക്, ലക്ഷ്യത്തിലേക്ക് അവരെ വഴി നടത്തി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൂടെ വൻ വിജയങ്ങൾ നേടിയെടുത്ത് ദൈവം ഒരുപാട് കൃപകൾ തന്നിട്ടുണ്ട്. എൻ്റെ പേര് വർഗീസ് KM. ഞാൻ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് എനിക്ക് സിസ്റ്റർ സെലിനെ വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. ഞാൻ ജനമൈത്രി പോലീസിൻ്റെ മാനന്തവാടി സ്റ്റേഷനിൽ കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസറും കൂടിയായി ജോലി ചെയ്യുകയാണ്. സിസ്റ്റർ സെലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്ക് മിക്ക ആവശ്യങ്ങൾക്കും പോകാറുണ്ട്. ആ സമയത്ത് കയ്യിലൊരു ബാഗുമായി വളരെ വേഗത്തിൽ ആ കയറ്റം കയറി മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സിസ്റ്ററിൻ്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. എല്ലാ ദിവസവും തന്നെ എന്ന് പറയാം, രോഗികളെ സന്ദർശിക്കുന്നതിനും അവർക്ക് ആവശ്യമുള്ള പരിചരണങ്ങൾ ചെയ്യുന്നതിനും അവർക്ക് സാമ്പത്തികമോ മറ്റ് തരത്തിലുള്ള സഹായങ്ങളോ സിസ്റ്ററാൽ കഴിയുന്നത് ചെയ്യുന്നതിന് സിസ്റ്റർ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അത് ജനമൈത്രി പോലീസ് എന്ന നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനമൈത്രി പ്രവർത്തിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രചോദനം കൂടിയാണ്. സിസ്റ്ററിൻ്റെ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ അശരണർക്കും അഗതികൾക്കും പാവപ്പെട്ടവർക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള സേവനത്തെ ജനമൈത്രി പോലീസ് ആദരിച്ചിട്ടുണ്ട്. 2013 സിസ്റ്ററിൻ്റെ ഈ സേവനങ്ങളെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും സിസ്റ്ററിനെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനമൈത്രി പോലീസ് തുടങ്ങിയിട്ട് ആകെ 5 വർഷമേ ആയുള്ളൂ. സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ മാനന്തവാടി സ്റ്റേഷൻ പരിധിയിലുള്ള ജനമൈത്രി പോലീസിൻ്റെ സാമൂഹ്യ സേവനത്തിനുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു പ്രചോദനം കൂടി ആയിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാലും അതിലൊരു പ്രചോദനം വേണമല്ലോ, എന്തെങ്കിലും ഒരു ഒരുക്കം വേണമല്ലോ. സിസ്റ്റർ ചെന്ന ഉടനെയും കൂടി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സിസ്റ്റർ പ്രത്യേക തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ആദ്യം അവർക്ക് വേണ്ടി വല്ല പ്രാർത്ഥന നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോകും. അത് എൻ്റെ കോൺവെൻറ്റിൽ ഞാൻ നിത്യാരാധനയുടെ മുമ്പിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് എപ്പോഴും ഇങ്ങനെ പോകാറുള്ളത്. അങ്ങനെ പോകാനുള്ളതിൻ്റെ അങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മടുപ്പ് തോന്നുമ്പോൾ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി. ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും എന്തിനും ഇങ്ങനെ ആശുപത്രിയിൽ പോകുന്നു, ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം എന്നെ എത്ര വലിയ കാര്യം, അങ്ങനെ എനിക്കിങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത ഇങ്ങനെ തോന്നി. അപ്പോൾ ഇങ്ങനെ എന്നാൽ ഇന്നങ്ങ് പോകുന്നില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഒരു സെൽ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ഒരു ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചു, സിസ്റ്റർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൂടി ദിവികാരന് പ്രദക്ഷിണം നടത്താറുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. അല്ല സിസ്റ്റർ ഇങ്ങനെ വിശുദ്ധ കുർബാനം എഴുന്നള്ളിച്ചുകൊണ്ട് ആശുപത്രിയിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ സിസ്റ്റർ എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് എനിക്ക് സംഭവം ക്ലിക്കായത്. എൻ്റെ ഈ മെഡലിലുള്ളത് ഞാൻ വിശുദ്ധ കുർബാനയുടെ ആരാധകയായ സമൂഹത്തിലെ സിസ്റ്ററാണ്. ഈ മെഡലിലുള്ളത് ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട് മാലാഖമാർ ഇടത്തും വലത്തും നിൽക്കുന്ന ഒരു എംബ്ലമാണ് ഇതിലുള്ളത്. ഞാൻ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മെഡൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട്, ഈശോയെ ഇതിലെ കടന്നു പോകുന്ന ഈശോയെ ഈ ആശുപത്രിയുടെ ഈ വശത്തുള്ള എല്ലാ രോഗികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതേസമയം ഇടത്തുവശം കാണിച്ചുകൊണ്ട് ഈശോയോട് പറയും, ഈശോയെ ഈ വശത്ത് കിടക്കുന്ന എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ആശുപത്രിയുടെ നെടുകയും കുറുകയും നടക്കുമ്പോഴല്ല, രോഗികളുടെ മധ്യത്തിൽ കൂടി നടക്കുമ്പോഴല്ല, ഒരു അനുഗ്രഹ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ അനുഗ്രഹ പ്രാർത്ഥന ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കാണിച്ചതാണ് ഈ സന്ദേശത്തിൽ കൂടി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതും ഈ പ്രേക്ഷിത മേഖലയെ ശക്തമായിട്ട് മുന്നോട്ട് തള്ളുവാൻ സർവ്വശക്തിയും എടുത്ത് ഒരു കുതിച്ചു ചാടലിൻ്റെ ഒരു വലിയ അനുഭവം ദൈവം എനിക്ക് തന്ന ഒരു അനുഭവമായിരുന്നു അത്. തീർച്ചയായിട്ടും ഈശോയുടെ കയ്യൊപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെയുള്ള രോഗി സൗഖ്യങ്ങളൊക്കെ ഉണ്ടായത്. ആ ഹോസ്പിറ്റലിലെ സിസ്റ്ററുടെ ഒരു കരുണയോടുകൂടി ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ രോഗസൗഖ്യം കിട്ടി സിസ്റ്ററോട് നന്ദി സൂചകമായിട്ടോ അല്ലെങ്കിൽ മനസ്സിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. 1-2 ഷെയർ ചെയ്യാമോ?
സൗഖ്യം കിട്ടിയ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം. കാളൻ എന്നാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഒരു ആദിവാസി മനുഷ്യനാണ്. ആ മനുഷ്യന് ഇങ്ങനെ ശരീരം മുഴുവനും നീര്, വയറിങ്ങനെ വീർത്തിങ്ങനെ ഇരിക്കും, അല്പം പോലും മൂത്രം പോകുന്നില്ല. അപ്പോൾ ഈ രോഗിയെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. അപ്പം ഞങ്ങൾ 2-3 പേര് ഈ മനുഷ്യൻ്റെ അടുക്കൽ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ആ മനുഷ്യന് വേണ്ടി ശരിക്കും ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ സത്യത്തിൽ വിചാരിച്ച മനുഷ്യൻ മരിച്ചുപോയി, പിറ്റേ ദിവസം വരെ മരിച്ചുപോയി എന്നുള്ള ചിന്തയോടു കൂടിയാണ് വീണ്ടും പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആ പരിസരമെല്ലാം അന്വേഷിച്ചു. ഞാൻ പലരോടും ചോദിച്ചു. ഇദ്ദേഹം കിടക്കുന്ന ബെഡിൽ ഞാൻ നോക്കി. ഞാൻ അടുത്ത് കിടന്ന് ചോദിച്ചു, നിങ്ങൾ ഈ കാളനെ കണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, കാളനോ? അല്ല, ഈ 3-ാമത്തെ ബെഡിൽ കിടന്ന കാളനെ നിങ്ങൾ കാളൻ എന്തിയെന്ന് ചോദിച്ചു. കാളനുണ്ടല്ലോ. നോക്കുമ്പോൾ ആശുപത്രിയുടെ അപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സിസ്റ്ററെ, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കാളൻ ഇവിടെയുണ്ടോ? അപ്പം കാളൻ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഉണ്ടായ സംഭവം ഇങ്ങനെയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോയ ആ നിമിഷം തന്നെ കാളൻ പെട്ടെന്ന്, അതായത് മൂത്ര തടസ്സമായിരുന്നു കാളൻ ഉണ്ടായിരുന്നത്. കാളൻ പറയുകയാണ്, സിസ്റ്ററൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ആ നിമിഷം തന്നെ നന്നായിട്ട് ബാത്റൂമിൽ പോയി നന്നായിട്ട് മൂത്രം പോകാനുള്ള അനുഗ്രഹം കിട്ടി. അത് കഴിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ശരീരത്തിൽ നീര് മുഴുവനും വലിഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വണ്ണം വെച്ചിരുന്ന കാളൻ ചെറിയ ഒരു ശരീരം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ഒരു ശരീരം ഉള്ളവനായിട്ട് കാണപ്പെട്ടു. അങ്ങനെ എളിയവരായ നമ്മുടെ ഈ പ്രാർത്ഥന, രോഗിക്ക് വേണ്ടിയുള്ള, ഒരു നിസ്സഹായന് വേണ്ടി, ഒരു അഗതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സ്വർഗത്തിൻ്റെ ദൈവം പ്രാർത്ഥന കേട്ട ഒരു കൃത്യമായ ഒരു അനുഭവം അവിടെ വെച്ച് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൽ പിന്നെ ഏതൊരു വ്യക്തി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുകയും തൽക്ഷണം നമ്മൾ കൺമുമ്പിൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ആശുപത്രിയിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സിസ്റ്റർ, ഹോസ്പിറ്റലുകളിൽ പലതരം രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യം പറഞ്ഞു നമ്മൾ. ഈ മരണാസന്നരായ രോഗികൾ കടന്നു വരുമ്പോൾ സിസ്റ്റർ എങ്ങനെയാണ് അവരെ ശുശ്രൂഷിക്കുന്നത്? ഒരു ഉദാഹരണത്തിന്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ മാനന്തവാടി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു കട്ടിലിൽ ഒരു മൂലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. വയറിങ്ങനെ വീർത്തിരിക്കുന്നു, താടിയെല്ലാം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വികൃതമായ രൂപം. ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഞാനൊന്ന് കടന്നു ചെയ്യുന്നു. പേരെന്താ? ആൻ്റണിയാ പേരെന്ന് പറഞ്ഞു. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? 15 വർഷമായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയം തോന്നി. അപ്പോൾ മരണാസന്ന നിലയിൽ കിടക്കുന്ന ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഒന്ന് കുമ്പസാരിക്കണം, ഒന്ന് ഒരുക്കി തരട്ടെ സിസ്റ്റർ, എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടി താഴെ ചെന്ന് ആ മനുഷ്യന് വേണ്ടത് ഇച്ചിരി മുന്തിരിയും ഇച്ചിരി ഓറഞ്ചും ഒക്കെ കൊണ്ടുപോയി കൊടുത്തു. ആ മനുഷ്യൻ അത് കഴിച്ചു വളരെ തൃപ്തനായി, സന്തോഷമായി. ഇനി വീണ്ടും ഞാനിങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. ഞാനൊന്ന് കുമ്പസാരിക്കാൻ ഒന്ന് ഒരുക്കി തരട്ടെ ആ സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യന് ഒന്നും അറിയത്തില്ല. പ്രമാണങ്ങളുടെ വഴിയിൽ കൂടി എല്ലാം കടന്നുപോയി. എല്ലാം ഞാൻ കൗൺസിലിംഗ് നടത്തി, പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നതും എല്ലാ കൂട്ടവും പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ, മരണാസന്നനായ ആ മനുഷ്യൻ വലിയ മാരക പാപങ്ങളുടെ അടുത്തിട്ടിൽ കിടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. കുമ്പസാരത്തിൻ്റെ ജപം എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നന്നായിട്ട് ഒരുക്കി. ഈ സമയത്ത് ഞാൻ കമ്മീലിയൻ സെമിനാരിയിലേക്ക് വിളിച്ചു. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു അച്ഛനോട്, അച്ഛൻ വിശുദ്ധ കുർബാനയോട് എത്രയും വേഗം ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. അവിടുത്തെ അച്ഛൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. അച്ഛൻ രോഗിയുടെ ഒപ്പം ഇരുന്നു. എന്നിട്ട് ഈശോ ഇങ്ങനെ ഉള്ളിലുണ്ടല്ലോ, അച്ഛൻ ആ രോഗിയെ തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ കുമ്പസാരം മുഴുവനും കേട്ടു. നന്നായിട്ട് കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഈ രോഗി വെറും 2 ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ. ഒരു ആദ്യ വെള്ളിയാഴ്ച, ജൂലൈ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഞാൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോവുകയാണ്. ഈ രോഗിയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ഞാൻ ചെന്ന് കയറിയപ്പോഴത്തേക്കും ആ രോഗി അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു അവസ്ഥ ഇങ്ങനെ മനസ്സിലായി. മരണാസന്നരായവരെ ഇതുപോലെ വർഷങ്ങൾ പിന്നിട്ടവർ അനേകം അനുഭവങ്ങൾ എനിക്കിങ്ങനെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കലും വേറൊരു രോഗി അവരിങ്ങനെ ഒരു സുഖമില്ലാതെ ഇങ്ങനെ വന്ന് അഡ്മിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു, സിസ്റ്ററെ അത് കഞ്ചാവ് അടിച്ചിട്ടും അതുപോലെ മദ്യപിച്ചിട്ടൊക്കെ വന്ന് കിടക്കുന്നത്, അതിനെങ്ങ് നോക്കണ്ട സിസ്റ്ററെ എന്ന് പറഞ്ഞു. അത് നേരാണല്ലോ, ഞാനും വിചാരിച്ചു. ഉള്ള പൈസ കൊണ്ട് കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് നടന്നിട്ടില്ല, അവിടെ കിടക്കട്ടെ, അത് തന്നെ അയാൾക്ക് നല്ലത്. ഞാൻ തിരിഞ്ഞു നോക്കാൻ പോലും പോയില്ല. എന്നിട്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ നടന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് നോക്കി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ കഞ്ചാവ് അടിച്ചവനും ആ കള്ളു കുടിച്ച് കിടക്കുന്നവനും അതും ദൈവത്തിൻ്റെ മകനല്ലേ? അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഞാനും കുരിശിൽ മരിച്ചത്? നീ അവന് വേണ്ടി എന്താണ് അവനെ അവഗണിച്ച് കളഞ്ഞത്? ആ ചോദ്യം എൻ്റെ മനസ്സിൽ തറഞ്ഞുകൊണ്ടു. ഞാൻ ഈശോയോട് ഞാൻ മാപ്പ് ചോദിച്ചു. വീണ്ടും ഞാൻ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു, പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തിന് തണുത്ത് കിടക്കുന്ന ആ മനുഷ്യൻ, ഞാൻ 3-4 ദിവസം അവഗണിച്ച് കടന്നുപോയ, ക്രൂരത നിറഞ്ഞ മനസ്സോടെ കടന്നുപോയ ഞാൻ തിരിച്ചു വന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു കമ്പിളി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു.
പിന്നീട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ഭക്ഷണവും ഡ്രസ്സും എല്ലാം ഇങ്ങനെ മേടിച്ചു കൊടുത്തു. ആ മനുഷ്യനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടിച്ചെടുത്തു. വീണ്ടും ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം കുമ്പസാരി 34 വർഷമേ പിന്നിട്ടിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ വേറെ സമയം സംസാരിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് ഒരുക്കി, ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കി. കമീലിയൻ സെമിനാരിയിൽ നിന്ന് അവിടുത്തെ വേറൊരു അച്ഛൻ കടന്നു വന്നു. അച്ഛൻ ദീർഘസമയം എടുത്ത് ആ വ്യക്തിയെ നന്നായിട്ട് ഒരുക്കി കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുത്ത് കടന്നുപോയി. ഇത് കണ്ട ഇതര മതസ്ഥരായ മറ്റുള്ളവർ പറയുകയാണ്, ആ മനുഷ്യനോട് അങ്ങനെ ചെയ്തത് ഒത്തിരി നന്നായി. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു പ്രവൃത്തി അനേകരിൽ ദൈവീകമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുവാൻ ഈ സംഭവത്തിലൂടെ കാരണമായി. ആത്മരക്ഷയാണ് ഒരു സന്യാസിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിലും സിസ്റ്റർ സെലിൻ ശ്രദ്ധിക്കുന്നു. അനുദിനം ചെയ്യുന്ന ഈ ശുശ്രൂഷയിലൂടെ സന്യാസ ദൈവവിളിയുടെ മഹത്വം നാം തിരിച്ചറിയുന്നു. ആരാധനാ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ സെലിൻ്റെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ രോഗികളായി മരണാസന്നരായി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും നടത്തുവാനായിട്ട് കമില്ല സന്യാസികൾ കഴിഞ്ഞ 19 വർഷങ്ങളായി ഈ ശുശ്രൂഷയിൽ സിസ്റ്റർ സെലിനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മരണാസന്നരായി കിടക്കുന്ന രോഗികൾക്ക് ഈശോയുടെ കൂദാശ സാമീപ്യമായി തീരുവാനും അവർക്ക് വേണ്ടി സിസ്റ്റർ സെലിൻ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന മേഖലയിൽ ഞങ്ങളും ഊർജം കൈക്കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാറുണ്ട്. സിസ്റ്റർ സെലിൻ പ്രവർത്തിക്കുന്ന ആ ശുശ്രൂഷ മേഖല ഒത്തിരി ആളുകൾക്ക് വളരെയധികം അനുകരണാർഹവും അനുഗ്രഹവുമായിട്ടുള്ളൊരു സാന്നിധ്യമായി സിസ്റ്റർ സെലിന് തീരാറുമുണ്ട്. അതിൽ ഞങ്ങൾ ഈ കമില്ല സന്യാസികൾ വളരെയധികം സന്തോഷവാന്മാരാണ്. അതോടൊപ്പം തന്നെ കമില്ല സന്യാസികൾ നല്ല മരണത്തിൻ്റെ വൈദികരെന്ന് അറിയപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് സിസ്റ്റർ സെലിനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സിസ്റ്റർ സെലിൻ്റെ നേതൃത്വത്തിൽ രോഗികളെ കൗൺസിലിങ്ങിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കുകയും അങ്ങനെ നല്ല കുമ്പസാരത്തിലൂടെ നല്ലതായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒത്തിരി രോഗികൾ അവരുടെ ആത്മസന്തോഷം കണ്ടെത്തുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒത്തിരി സമയങ്ങളിൽ തന്നെ കുമ്പസാരത്തിൻ്റെ സമയത്ത് രോഗികൾ കണ്ണുനീരോടുകൂടി അവർ ആ ഒരു കൂദാശയിൽ പങ്കെടുക്കുകയും അതുവഴിയായിട്ട് നല്ല മരണത്തിനും നല്ല സൗഖ്യത്തിലേക്കും അവർ നീങ്ങുകയും ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ച സിസ്റ്റർക്ക് നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം.